പിന്നെ ഓഫീസ് സ്റ്റാഫിനിടയിലും ചില പരാതികൾ ഐശ്വര്യയെ സംബന്ധിച്ചുണ്ട്. ചില സ്റ്റാഫുകൾക്ക് അമിത പരിഗണന കൊടുക്കുന്നു, ചിലരെ തരം താഴ്ത്തി സംസാരിക്കുന്നു. ഇങ്ങനെ പോകുന്നു കംപ്ലൈന്റുകൾ. ഇതിനെപ്പറ്റി ഐശ്വര്യക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ തരാനുണ്ടോ? അതെന്റെ പിടിപ്പീട് കൊണ്ടൊന്നല്ല ബിസിനസ് കുറയുന്നത്. ടോട്ടലി മാർക്കറ്റ് ഡൗണാ, അതുകൊണ്ടാ. പിന്നെ സ്റ്റാഫ്സിന്റെ കംപ്ലൈന്റ്സ്. കമ്പനിയോട് സിൻസിയർ അല്ലാത്ത പലരെയും ഞാൻ നിലക്ക് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ വാശി അസൂയ അവരീ കാണിക്കുന്നത്. അല്ല, ഈ പറയുന്ന ഒന്നും സത്യമല്ല. ഇവളുടെ പൊങ്ങച്ചത്തിനും അഹങ്കാരത്തിനും കൂട്ടു നിൽക്കാത്ത സ്റ്റാഫുകളെയാ ഐശ്വര്യ ദ്രോഹിക്കുന്നത്. എല്ലാത്തിനും എസ് മുഴുവൻ തലയെ കയറ്റി വയ്ക്കും. അരുണ്, എന്നോടുള്ള ദേഷ്യം കുറെ ദിവസം മുമ്പ് തുടങ്ങിയതാ. എന്നെ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിലുള്ള ടോക്ക് ഈ മീറ്റിംഗിൽ വേണ്ട. നമ്മൾ ഇവിടെ കൂടിയത് കുടുംബ പ്രശ്നം തീർക്കാനാണോ അതോ കമ്പനിക്കാര്യം ചർച്ച ചെയ്യാനോ? കമ്പനിയുടെ ഓൾ ഇൻ ഓൾ ഒരു സമയത്ത് അക്കിയായിരുന്നു. അപ്പോ അക്കിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കണ്ടേ? അതെ, ഇനി ബിസിനസ് കൂട്ടാൻ, കമ്പനി ലാഭത്തിലാക്കാൻ എന്താ വഴിയെന്ന് അക്കി പറയട്ടെ. അതച്ചാ, അതിനാദ്യം വേണ്ടത് ഇപ്പോഴുള്ള നമ്മുടെ കമ്പനിയുടെ അഹങ്കാരിയായ വൈസ് ചെയർപേഴ്സണെ അടിയന്തരമായി മാറ്റുക. അരുണേ, ഞാൻ മീറ്റിംഗ് ആണെന്ന് നോക്കത്തില്ല. അരുണേ, ഇനി നീ ഒരു അക്ഷരം വേണ്ടിപ്പോവരുത്. ഞാൻ മുന്നേ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട. അക്കി പറ. അക്കി, നമ്മുടെ കമ്പനി നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതിന് ദോഷം വരാൻ പാടില്ല. പറ്റിയ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അഖി, നിനക്ക് ബിസിനസ് കാര്യത്തിൽ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നീയും ഈ കമ്പനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കമ്പനി നമുക്ക് പ്രധാനോ? രക്ഷപ്പെടാനുള്ള മാർഗം പറയും. എല്ലാവർക്കും നിർബന്ധമാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. കമ്പനിയെ രക്ഷിക്കാനുള്ള ആദ്യ മാർഗം അരുണേട്ടൻ പറഞ്ഞതാ. വൈസ് ചെയർപേഴ്സൺ ഐശ്വര്യ മേഡത്തെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുക. ഓക്കെ, അത് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ആക്കി പഴയതുപോലെ കമ്പനി ഉത്തരവാദിത്തങ്ങൾ ഏൽക്കണം, അല്ലേ വസു? അത് ശരിയാ. വൈസ് ചെയർപേഴ്സണെ മാറ്റുന്ന കാര്യമൊക്കെ നമുക്ക് ചർച്ച ചെയ്തിട്ട് എന്താ ഏതാന്നൊക്കെ വേണ്ടതുപോലെ ചെയ്യാം. അഖി കമ്പനിയുടെ മൊത്തത്തിലുള്ള ചുമതലയേക്കട്ടെ. അതെ, അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അഖി കമ്പനി ചുമതലയേക്കണം. സമ്മതിച്ചു.
പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ കണ്ടീഷൻ ആദ്യം നടപ്പിലാക്കണം. എന്നെ പുറത്താക്കി അടങ്ങുള്ളൂ അല്ലേ? ഇത്രയ്ക്ക് വാശി എന്താക്കി എന്നോട്? നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻ ഞാൻ സമ്മതിക്കണമെങ്കിൽ നിലവിലുള്ള വൈസ് ചെയർപേഴ്സണെ പുറത്താക്കി ആ സ്ഥാനത്തേക്ക് ശ്യാമയെ നിയമിക്കണം. ഇത് ഒരു നല്ല നിർദ്ദേശമാണ്. ആ എനിക്കും അതിന് സമ്മതം. ആ അഭിപ്രായമാണോ എനിക്കും ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം അല്ലേ? ഈ കമ്പനിയുടെ ചെയർപേഴ്സണായി ശ്യാമ ഈ പടി കയറുന്ന നിമിഷം ഞാൻ കമ്പനിന്ന് മാത്രമല്ല വീട്ടിൽ നിന്നും ഇറങ്ങും. എന്നേക്കുമായി. അറിയാം, എനിക്കറിയായിരുന്നു ഇതാകും മറുപടിയെന്ന്. ഞാൻ എന്റെ പുന്നാരമ്മയുടെ മനസ്സ് ഒന്നുകൂടി അറിയാൻ വെറുതെ പറഞ്ഞതാ. എന്റെ ശ്യാമയുടെ കരിയർ ഇവിടെ കമ്പനി നടത്തി തീർക്കാനുള്ളതല്ല. അയാൾക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ കമ്പനി ചുമതല ഏൽക്കുന്ന കാര്യം നടക്കില്ല. എനിക്ക് തൽക്കാലം അത്യാവശ്യം ജീവിക്കാൻ മാർഗമുണ്ട്. പച്ചക്കറി ബിസിനസ്. ആ ചെറിയ ലാഭം മതി എനിക്ക്. ഈ കമ്പനിയുടെ വളർച്ചയിൽ നിന്റെ വിയർപ്പ് കൂടിയുണ്ട്. അന്ന് കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് എന്നെ മാറ്റുമ്പോ അത് ഓർത്തില്ലേ? എന്റെ കട അടച്ചിട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പോവാ. എന്റെ ബിസിനസ് അതാ എനിക്കിപ്പോ പ്രധാനം. അഖി, ചേരുന്നുണ്ടോ അമ്മേ? പിന്നില്ലേ, നന്നായി ചേരുന്നുണ്ട്. മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇതോ? ആ, ഇതും നന്നായിട്ടുണ്ട്. സുന്ദരിക്കുട്ടി. ഇത് നോക്കിയമ്മേ. കൊള്ളാലോ. ഇനി ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ആണോ? എല്ലാം അരുണങ്കിൾ വാങ്ങി തന്നതാ. നോക്കി. ആ പിന്നെ അമ്മേ, ഇത് നോക്കി. ഞാൻ ചോദിച്ചപ്പോ മോൾക്കല്ലെന്ന് അങ്കിള് പറഞ്ഞേ. സൂക്ഷിക്കണം, അമ്മയുടെ കയ്യിൽ പ്രത്യേകം കൊടുക്കണമെന്നും പറഞ്ഞു. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ലേ അരുണങ്കിളിന് എന്നെ വലിയ ഇഷ്ടാണെന്ന്? മനസ്സിലായി മോളെ. അമ്മേ, അമ്മ എല്ലാം എടുത്തു വെക്കേ. എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്. ഞാൻ ഇപ്പോഴേ ഓർത്തെ.
ഇത് മോൾക്കുള്ളതല്ലെന്നല്ലേ പറഞ്ഞേ? അപ്പൊ പിന്നെ നോക്കട്ടെ. ഇത് നന്നായിട്ടുണ്ട് അരുൺ. നന്നായിട്ടുണ്ടല്ലോ. ശ്ശോ. ഇതെല്ലാം എനിക്ക് അരുൺ വാങ്ങിയതാ. ഈ സമ്മാനമൊക്കെ എനിക്ക് ഇഷ്ടമായെന്ന് തന്നാളെ അറിയിക്കണമല്ലോ. എന്താ ഇപ്പൊ ഒരു വഴി? ഒന്ന് വിളിച്ചാലോ? വേണ്ട വേണ്ട. ഒരു വഴിയുണ്ട്. ഇത് മതി. ഇത് മതി. മുഖം കാണിച്ചാ പറ്റില്ല. ഐശ്വര്യങ്ങാൻ കണ്ടാ പ്രശ്ന. ഇതയച്ചേക്കാം. എന്നാലും അരുൺ ഇങ്ങനൊരു സമ്മാനം എനിക്ക് അയക്കുന്ന എനിക്കെന്ത് സന്തോഷമായിരുന്നോ.
കൊടുത്തുവിട്ട സമ്മാനങ്ങൾ ഇപ്പൊ അബിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. അഭിരാമി, നന്നായിട്ടുണ്ടല്ലോ. കൊള്ളാം. എൻ്റെ അബിക്ക് നന്നായി ചേരുന്നുണ്ട്. ആരാ ഇത്? അത് ഇത് ആരുടെ ഫോട്ടോയാണെന്നാ ചോദിച്ചേ? പറ അരുൺ, ആ നെക്ലേസും കമ്മലും ഇട്ട് നിൽക്കുന്നത് ആരാ? അരുൺ സ്വപ്നം കണ്ട് നടക്കുന്ന അവളാണോ ഇത്? പറയാൻ. അറിയില്ല, എങ്ങനെയോ നമ്പർ മാറി വന്നതാവും. അല്ല, നമ്പർ മാറി വന്നതല്ല. അതാ വേഗം ഡിലീറ്റ് ചെയ്തത്. ഇതാരാണെന്ന് എനിക്കിപ്പോ അറിയണം. ഐശ്വര്യ, എനിക്കിത് ആരാന്ന് അറിയില്ല. ഓഹോ, അവൾക്ക് നെക്ലേസും കമ്മലും ഒക്കെ വാങ്ങി കൊടുക്കാൻ അറിയാല്ലേ? ആർക്ക്? അതാരാണ്? നിങ്ങൾ നെക്ലേസും കമ്മലും ഒക്കെ വാങ്ങി കൊടുക്കുന്നത് ആർക്കാ? എനിക്കത് ഇപ്പൊ അറിയണം. നീ ഇതാരുടെ കാര്യമാണ് പറയുന്നേ? മറുപടി അരുണാ പറയേണ്ടത്. വെറുതെ നീ പ്രശ്നം ഉണ്ടാക്കല്ലേ. അങ്ങനെയൊന്നും ആരുമില്ല. അല്ല, അതവളാ. അവളെ അരുൺ സ്വപ്നം കണ്ടിരിക്കുന്നേ. അതാ എന്നോട് ഇത്ര വെറുപ്പ്. ആരവള്? എനിക്കറിയണം. ആരുമില്ല, അങ്ങനെയൊന്നും ആരുമില്ല. എന്നാ ഫോണിങ് എടുക്ക്. ഏത് നമ്പറിൽ നിന്ന് ആ ഫോട്ടോ വന്നേന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് വല്ലവരുടെ ഫോൺ. ഐശ്വര്യ നോക്കുന്ന എന്തിനാ? വല്ലവരുടെയോ? എന്റെ ഹസ്ബൻഡിന്റെയാ ആ ഫോണാ ഞാൻ നോക്കുന്നേ. ഹസ്ബൻഡിന്റെ ഫോണും ഹസ്ബൻഡിനെ നോക്കാൻ അറിയാം, മനസ്സിലായോ? മറ അവിടെ നിൽക്കാൻ. ആ ഫോണിങ് തന്നെ. ആ ഫോണിങ് തരാനാ അരുൺ. ഇതവളാ, ഉറപ്പാ. അരുൺ സ്വപ്നം കാണുന്നവള്. വീട്ടില്ല ഞാൻ അവളെ. കണ്ടുപിടിക്കും, ഇങ്ങനെ ഞാൻ കണ്ടുപിടിക്കും.
അല്ല ഇതുവരെ കിടന്നില്ലേ? എന്തെങ്കിലും ആലോചിക്കുന്നേ? പച്ചക്കറി കടയിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നല്ലേ? നല്ല ക്ഷീണം കാണും. സാർ കിടന്നുറങ്ങിക്കോ. ഇന്നെ നമ്മുടെ കമ്പനിയിലേക്ക് അച്ഛനും അമ്മയും വിളിച്ചിരുന്നു. എന്നിട്ട് സാറ് പോയില്ലേ? ഞാനും കൂടി കഷ്ടപ്പെട്ട കമ്പനിയല്ലേ, പോകാതിരിക്കാൻ തോന്നിയില്ല. ആ അത് നന്നായി. നമ്മുടെ കമ്പനി നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ഐശ്വര്യടുത്തിയുടെ പുതിയ പരിഷ്കാരങ്ങള് അവിടുത്തെ കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലാക്കിയിരിക്കുക. ബിസിനസ് ഡള്ള. എന്നോട് വീണ്ടും കമ്പനിയുടെ ചുമതല ഏൽക്കണമെന്നാ അച്ഛനും അമ്മയും എല്ലാവരും നിർബന്ധിച്ച് പറയുന്നത്. എന്നിട്ട് സാർ സമ്മതിച്ചോ? ഇല്ല, ആകെ കൺഫ്യൂഷനില്ല ഞാൻ. എന്നാ പിന്നെ സമ്മതിക്കായിരുന്നില്ലേ? നമ്മുടെ കമ്പനിയല്ലേ, അതിനെന്തെങ്കിലും പറ്റിയാ നമ്മുടെ കുടുംബത്തെ അല്ലേ അത് ബാധിക്കാം? അക്കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഇപ്പൊ അതല്ല എന്റെ പ്രശ്നം. ഒന്നും ആലോചിക്കാനില്ല. കമ്പനിയുടെ ചുമതല സാർ ഏറ്റെടുക്കണം. കമ്പനി രക്ഷപ്പെടട്ടെ. ഞാൻ പറഞ്ഞില്ലേ, അതല്ല ഞാനിപ്പോ ആലോചിക്കുന്നത്.